നമ്മോടുള്ള തൻ്റെ ദയയെ ദീർഘമാക്കിയ കരുണാമയനായ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ നല്ല സന്ധിയിൽ നമുക്ക് പലയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി ദൈവത്തെ വാഴ്ത്തുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. ഇന്നലെ നമുക്ക് അല്പസമയമേ ഒരുമിച്ച് കൂടി തിരുവെഴുത്തുകൾ പഠിക്കുന്നതിന് ലഭിച്ചുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നലെ കുറച്ച് സമയമാണെങ്കിലും സഹകരിച്ച നിങ്ങളേവരോടും ഉള്ള പ്രത്യേക നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ പതിവിലധികം ഡിസ്റ്റർബൻസസ് ഉണ്ടായിരുന്നു. എങ്കിലും കർത്താവ് സഹായിച്ചു. നമുക്ക് തുടർ ചിന്തകളിലേക്ക് പോകാം. നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് നിത്യതയിൽ നാം എത്തിയാൽ എന്തായിരിക്കും നാം അവിടെ ചെയ്യുന്നത് എന്നാണ്. സ്തോത്രം. അതിൽ 6ാമത്തെ കാര്യമാണ് നാം ഇന്നലെ ചിന്തിച്ചത്. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവൻ്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും എന്ന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയുണ്ടായി. ഹെവൻ വിൽ ബി എ പ്ലേസ് ഓഫ് വർഷിപ്പ്. സ്വർഗം ഒരു ആരാധനയുടെ സ്ഥലമാണെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ആരാധന ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ആരാധനയാകണം എന്നാണ് കണ്ടത്. അപ്പം നിത്യതയിൽ നമുക്ക് പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള നിലകളൊന്നുമില്ല. അവിടെ അങ്ങനത്തെ ഒരു ജീവിതം തന്നെയാണല്ലോ. എന്നാൽ നിത്യതയിൽ നമ്മൾ എപ്പോഴും ആരാധിക്കും, അല്ലെങ്കിൽ അവിടെ ആരാധനയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഗിവിങ് ഹിം ഗ്ലോറി, ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു പ്രക്രിയ. സ്തോത്രം. ദൈവത്തോട് ദൈവത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ഇവിടെയും അവിടെയും ആരാധനയുടെ പ്രധാനപ്പെട്ട സംഗതി അതാണ്. ഇവിടെയും അവിടെയും, ഭൂമിയിൽ വെച്ചായാലും അങ്ങ് സ്വർഗത്തിൽ എത്തിയിട്ടായാലും, ആരാധനയെ ഞാൻ പൊതുവെ 2 രീതികളിലാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് തന്നെ ഏറ്റുപറയുന്ന അനുഭവം. The experience or the confession of God unto God himself. ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് തന്നെ ഏറ്റുപറയുക. നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്തോത്രം. മറ്റൊന്ന്, നമുക്ക് തമ്മിൽ പറയാം. ഇപ്പം കെരൂബുകൾ ചെയ്യുന്നത് നാം ഇന്നലെ കണ്ടു. വെളിപ്പാട് 4-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവത്തോട് പറയുകയാണ്, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവരെല്ലാം കൂടെ ഒരുമിച്ച്. എന്നാൽ യെശയ്യാ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാറാഫുകൾ ഒരുവനോട് ഒരുവൻ പറയുകയാണ്. അതാണ് 2ാമത്തെ ഭാഗം. ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പറയുക. ദൈവത്തെക്കുറിച്ച് നമ്മൾ പരസ്പരം ഏറ്റുപറയുക. So it is a confession,
about God, either unto God himself or between one another. സ്തോത്രം. ഇപ്പൊ നിത്യതയിൽ നമ്മൾ എത്തിയാൽ അവനെ ആരാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം അതാണ്. സ്തോത്രം. മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, എസ്പെഷ്യലി ഇൻ ഇറ്റേണിറ്റി, വർഷിപ്പ് വിൽ ബി എ സെലിബ്രേഷൻ. വർഷിപ്പ് വിൽ ബി എ സെലിബ്രേഷൻ. സ്തോത്രം. നിത്യതയിൽ സ്വർഗത്തിൽ ആരാധന ഒരു ആഘോഷമായിരിക്കും. ഒരു ആഘോഷം, ഒരു വിരുന്ന്. എന്താ നമ്മൾ അവിടെ ആഘോഷിക്കാൻ പോകുന്നത്? സെലിബ്രേറ്റിംഗ് ഗാഡ് ഹിംസെൽഫ്. സെലിബ്രേറ്റിംഗ് ഗാഡ് ഹിംസെൽഫ്. ദൈവത്തെ തന്നെയാണ്. സ്തോത്രം. ദൈവത്തെ തന്നെ. ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഒരു രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, ഒരു രാഷ്ട്ര നേതാവാകട്ടെ, രാഷ്ട്രീയക്കാർക്കിടയിലേക്ക് അവരുടെ രാഷ്ട്രീയ നേതാവ് വന്നാൽ ആ നേതാവിനെ അവര് ആഘോഷിക്കും. ഭയങ്കര തിമിർപ്പല്ലേ പിന്നെ, ആട്ടവും പാട്ടും ഒക്കെ. ഒരു രാഷ്ട്ര നേതാവ്, ആ രാജ്യക്കാർ, പാട്രിയോട്ടിക് പീപ്പിൾ വിൽ സെലിബ്രേറ്റ് the presence of a national leader. ഒരു രാഷ്ട്ര നേതാവിനെ ദേശഭക്തരായവരൊക്കെ കൂടെ ആഘോഷിക്കും. ഇതുപോലെ സ്തോത്രം, heaven will be a place of worship in the sense that the residents in heaven, they will enjoy and celebrate God himself. ദൈവത്തെ തന്നെ അവർ അവിടെ ആഘോഷിക്കും. ഇനി അതിനെ കുറെ കൂടെ വിപുലീകരിക്കുകയാണെങ്കിൽ പറയാൻ പറ്റും, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ, they will celebrate the holiness of God. ദൈവത്തിൻ്റെ വിശുദ്ധിയെ അവർ ആഘോഷിക്കും. ഇതിനോടകം തന്നെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം മനസ്സിലായതുകൊണ്ട് അത് അവർ ആഘോഷിക്കും. ഇതെല്ലാം ഒരുമിച്ച് ആരാധന എന്നാണ് പറയപ്പെടുക. സ്തോത്രം. അങ്ങനെ അവർ ദൈവസന്നിധിയിൽ നിത്യതയിൽ മുഴുവനും ആഘോഷമാക്കും. ഇതാണ് ആരാധന എന്നതുകൊണ്ട് നമ്മൾ അവിടെ അർത്ഥമാക്കിയത്. സ്തോത്രം. എന്തെങ്കിലും വിശദീകരണങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ ഈ വിഷയത്തിൽ? ഇല്ലാത്ത പക്ഷം ഏഴാമത്തെ കാര്യം, heaven will be a place of fellowship. A place of fellowship. കൂട്ടായ്മയുടെ കണ്ടുമുട്ടലിൻ്റെ ഇടമായിരിക്കും സ്വർഗം അഥവാ നിത്യത. കണ്ടുമുട്ടലിൻ്റെ, ആഘോഷത്തിൻ്റെ. സ്തോത്രം. അവിടെ നമ്മൾ ആഘോഷിക്കുന്ന, അവിടെ നമ്മൾ സന്തോഷിക്കുന്ന കൂട്ടായ്മ രണ്ട് തരത്തിലുള്ളത് നമുക്കറിയാം. ഒന്ന്, എ ഫെലോഷിപ്പ് വിത്ത് ഗാഡ്.
and then a fellowship with fellow saints. Fellow saints. സ്തോത്രം. സ്വർഗത്തിൽ നാം എത്തിയാൽ, നിത്യതയിൽ നാം എത്തിയാൽ അവിടെ ഒരു കൂട്ടായ്മയുടെ ഇടമായിരിക്കുമെന്ന് നമ്മൾ കണ്ടത്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം 16 തൊട്ടങ്ങ് വായിച്ചോളൂ. അതിന്റെ തുടർച്ച വേണമെങ്കിൽ 16 മുതൽ വായിക്കണമല്ലോ. വേഗത്തിൽ ആരെങ്കിലും. For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with a trumpet call of God, and the dead in Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air. And so we will be with the Lord forever. Therefore, encourage each other with these words. We shall be there with the Lord for how many years? We shall be forever. Forever. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. സ്തോത്രം. The utmost fellowship we will enjoy in heaven will be the fellowship with the Lord, with the triune God. ത്രിയേക ദൈവത്തോടു കൂടെ നാം ആയിരിക്കും. സ്തോത്രം. Praise God. വെളിപ്പാട് 15:1 നമ്മൾ ആ ഭാഗം പഠിച്ചതാണെങ്കിലും ഒന്നും കൂടെ 15:1 15:1. I saw in heaven another great marvelous sign, 7 angels with the 7 last plagues, last because with them God's wrath is completed. Sorry, 14:1, not 15. Sorry, 14:1. 14:1. Then I looked, and there before me was the Lamb, standing on Mount Zion, and with him 144,000 who had his name and his father's name written on their foreheads. 4-ാമത്തെ വാക്യം, verse 4. These are those who did not defile themselves with women, for they kept themselves pure. They follow the Lamb wherever he goes. They follow the Lamb wherever he goes. Verse 1 said, I saw the Lamb on the Mount Zion, along with 144,000 redeemed people. ഈ 2 വാക്യങ്ങൾ 14:1-4. ഭൂമിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടിരുന്ന 144,000 പേർ കുഞ്ഞാടിനോട് കൂടെ സിയോൻ മലയിൽ നിൽക്കുന്നു. 4-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. എത്ര സൗഭാഗ്യകരമായ അനുഭവമാണെന്ന് നോക്കിക്കേ. സ്തോത്രം. ഇപ്പൊ സ്വർഗത്തിൽ നമുക്കുള്ള കാര്യപരിപാടികളിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫെലോഷിപ്പ്. സ്തോത്രം. കൂട്ടായ്മ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ കൂട്ടായ്മ
ആരോടാ? ദൈവത്തോട് തന്നെ പിതാവിനോട് rejoice. യേശുക്രിസ്തു. സ്തോത്രം. 1 യോഹന്നാൻ 1 ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചോളൂ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. സ്തോത്രം. അവർ കണ്ടതും തൊട്ടതും രുചിച്ചതും കേട്ടതും ഒക്കെ കൂടെ വെച്ച് നമ്മോട് പറയുക, യോഹന്നാൻ പറയുക, സ്തോത്രം, ഞങ്ങൾ ഇത് എഴുതുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. ഫെലോഷിപ്പ് ബിറ്റ്വീൻ ദ ഫെലോ സെയിൻസ്, സഹവിശുദ്ധന്മാർ തമ്മിലുള്ള കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തു യേശുവിനോടും ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ത്രിയേക ദൈവത്തോടെന്നർത്ഥം. ഏറ്റവും സൗഭാഗ്യകരമായ അനുഭവമാണത്. സ്തോത്രം. നമ്മളെ സ്നേഹിച്ചവനും സ്നേഹിക്കുന്നവനുമായ നമ്മുടെ കർത്താവും ഒത്തുള്ള അവസാനിക്കാത്ത യുഗങ്ങളിൽ കൂട്ടായ്മ ആചരിച്ചിരിക്കുന്നത് എത്ര സന്തോഷകര. സ്തോത്രം. അപ്പോൾ കർത്താവിനോടൊത്തുള്ള വാസം നമ്മതാണ് വെളിപ്പാട് 14:1-4 വാക്യങ്ങളിലും 1 തെസ്സലോനിക്കർ 4 അധ്യായത്തിന്റെ 16 മുതൽക്കുള്ള വാക്യങ്ങളിലും ഒക്കെ കാണുന്നത്. നമ്മൾ വെളിപ്പാട് 22:3-4 വാക്യങ്ങളിൽ ഇന്നലെ വായിച്ചിരുന്നല്ലോ. സ്തോത്രം. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. സ്തോത്രം. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. സ്തോത്രം. അവന്റെ സിംഹാസനത്തിൽ നിന്ന് നമ്മള് മാറിപ്പോവുകയില്ല. അവന്റെ സന്നിധിയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുകയും ഇല്ല. സ്തോത്രം. അപ്പോൾ ആ കൂട്ടായ്മ, ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ നാം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിലൊരിടത്ത് നമ്മൾ കണ്ടത്, ഞാൻ അവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും. സ്തോത്രം. തൂണാക്കും. 3:12. വായിച്ചു. അവൻ ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. സ്തോത്രം. ആ ഒരു കൂട്ടായ്മയുടെ ബന്ധം നാം ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. യോഹന്നാൻ 14:3 നമുക്കറിയാം. ജോൺ 14:3, ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. സ്തോത്രം. ഒരു ഗ്ലാസിന്റെ അപ്പുറത്തിപ്പുറത്തും അല്ല. അതായത് ഒരു കണ്ണാടി ഭിത്തി, ട്രാൻസ്പെറന്റ് പോലും ആയിക്കൊള്ളട്ടെ, അതിന്റെ അപ്പുറത്തിപ്പുറത്തും അല്ല. ഒരു കർട്ടൻ ഇട്ട് പോലും അവിടെ മറയ്ക്കുന്നില്ല. സ്തോത്രം. ആ ഒരു സൗഭാഗ്യകരമായ കൂട്ടായ്മ ബന്ധമാണ് നമുക്ക് നിത്യതയിൽ ലഭിക്കുവാൻ പോകുന്നത്. സ്തോത്രം.
കൂട്ടായ്മ ബന്ധം. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ കർത്താവിൻ്റെ കൂട്ടായ്മയെ നാം ആസ്വദിക്കുന്നെങ്കിലേ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ. ഇവിടെ വെച്ച് കർത്താവിൻ്റെ സാന്നിധ്യം ഇഷ്ടമല്ലാത്തവർ, ഇഷ്ടമല്ലെന്നാരും പറയത്തില്ല, ആ പ്രയോഗം ഒരു പക്ഷെ തെറ്റാകാം, പക്ഷേ പ്രായോഗികമായ തലത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കാൾ, ദൈവത്തോടുള്ള കൂട്ടായ്മയേക്കാൾ മറ്റു പലതും പ്രിയപ്പെടുന്നവരാണ് നാം. സ്തോത്രം. ഈ മഴക്കാലമാണ്. രാവിലെയൊക്കെ മഴയും കൂടെ പെയ്താൽ നല്ല സുഖമാണ് ഉറങ്ങാൻ. നമ്മുടെ കിടക്കയോട് പറ്റിച്ചേർന്നുള്ള ആ ഉറക്കം കർത്താവിൻ്റെ സാന്നിധ്യത്തെയാണോ, കർത്താവിനോടുള്ള കൂട്ടായ്മയാണോ നാം ഇഷ്ടപ്പെടുന്നത്, അതോ ആ കിടക്കയോടുള്ള പറ്റിച്ചേരലാണോ? സ്തോത്രം. ഇപ്പൊ കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കാൾ മറ്റു പലതും നമ്മൾ പ്രിയപ്പെടുമ്പോൾ പ്രായോഗികമായി ദൈവസാന്നിധ്യത്തെ നാം തിരസ്കരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. സ്തോത്രം. അതുകൊണ്ടാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, മാറാനാഥയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്നിട്ട് അവിടെ തന്നെ എന്താ പറയുന്നത്? നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാത്ത അവന് ശപിക്കപ്പെട്ടവൻ. കാരണം അത് സ്വർഗമെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഇടമാ. അത് നമ്മൾ കണ്ടു. ഇപ്പൊ കൂട്ടായ്മ, കർത്താവിനോടും കർത്താവിൻ്റെ വിശുദ്ധന്മാരോടും ഒത്തുള്ള ആ കൂട്ടായ്മ എത്ര ആസ്വാദ്യകരമാ. ഒന്ന് ഭാവന കണ്ടിട്ടുണ്ടോ? സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ ചിലരുടെയൊക്കെ വീടുകളിൽ അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ വന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ എത്ര സുഖകരമായിരുന്നു, എത്ര ആസ്വാദ്യകരമായിരുന്നു, എത്ര സന്തോഷകരമായിരുന്നു. നമ്മുടെയൊക്കെ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ ഒക്കെ വിദൂരതകളിലുണ്ടെന്നുള്ളത് നമുക്കറിയാം. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന്, വീട്ടിൽ വലിയ സ്ഥലമൊന്നും കാണത്തില്ല, കുറേയൊക്കെ കൺജഷൻ, ഞെരുക്കമൊക്കെ കാണുമെങ്കിലും എല്ലാവരും കൂടെ വന്ന് തിങ്ങി ഞെരുങ്ങി ഒറ്റ പായയിൽ കയറി കിടന്ന് ഒക്കെ ഉള്ളത് എന്തൊരു സന്തോഷമാണ്. കാര്യം എന്താ? അവരുമായി നമ്മുടെ ബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ആ കൂട്ടായ്മ നമുക്കേറെ സന്തോഷകരവും ആസ്വാദ്യകരവുമായിരിക്കും. സ്തോത്രം. ഇപ്പൊ കൂട്ടായ്മയുടെ സ്ഥലമാണത്. ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറുവോട് അണഞ്ഞിടുമേ. ആ ഒരു കൊതി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിനെ കാണാനും, ഒന്ന് കണ്ടാൽ പോരാ, കൂടെ വസിക്കാനും. സ്തോത്രം. കണ്ടാൽ മാത്രം പോരാ, കണ്ടു ശരി ബൈ പറഞ്ഞിട്ട് പോകാനല്ല. സ്തോത്രം. കൂടെ വസിക്കാൻ, കൂട്ടായ്മ.
എന്തെങ്കിലും വിശദീകരണം? ഒന്നുമില്ലല്ലോ. പിതാവായ ദൈവത്തെ പൂർണ്ണ ആളത്തോടെ നമ്മൾ അവിടെ കാണുന്നത്. അതെ. 22-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചാട്ടെ. Then the angel showed me the river of the water of life, as clear as crystal, flowing from the throne of God and of the Lamb, down the middle of the great street of the city. On each side of the river stood the tree of life, bearing 12 crops of fruit, yielding its fruit every month. And the leaves of the tree are for the healing of the nations. No longer will there be any curse. The throne of God and of the Lamb will be in the city, and his servants will serve him. 22-ന്റെ 1-ാമത്തെ വാക്യം കണ്ടോ? വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി. അപ്പോൾ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം. എന്നിട്ടാണ് നാം 3-ാം വാക്യത്തിന്റെ അവസാനത്തിൽ കണ്ടത്. നാം കാണുന്നു, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. 4-ാം വാക്യത്തിൽ അവർ അവന്റെ മുഖം കാണും. ഇപ്പൊ ത്രിയേക ദൈവത്തെ നമ്മൾ പിതാവായ ദൈവത്തെ എടുത്തു ചോദിക്കുകയോ പറയുകയോ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ത്രിയേക ദൈവം ഒരുമിച്ച. നമുക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ വേർപെടുത്താൻ പറ്റത്തില്ല. നിത്യതയിൽ ത്രിയേക ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും പിതാവ് നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ആളത്വം ആയിരിക്കില്ല. മറ്റെന്തെങ്കിലും? സ്തോത്രം. അപ്പോൾ നാം അവിടെ ആസ്വദിക്കുന്നത് കൂട്ടായ്മ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. അതുപോലെ സ്വർഗത്തിന്റെ അടുത്ത ഒരു അനുഭവമാണ് എനിക്ക് ഏറെ പ്രിയങ്കരമായി തോന്നിയ ഒരു കാര്യം. എട്ടാമത്തെ 8. അതൊന്ന് വായിച്ചോളൂ. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും യോഹന്നാൻ 17-ന്റെ 24-ാമത്തെ വാക്യം. യോഹന്നാൻ 14, 17, 24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. എന്താ നമ്മോടെ കാണുന്നേ? Heaven will be a place where we will enjoy the infinite glory of God.
especially of Jesus. A place of celebrating or beholding the infinite majesty, glory of God. ഇവിടെ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടോ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? നീ എനിക്ക് തന്നിട്ടുള്ളവർ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം, നിന്റെ സന്നിധിയിലെ മഹത്വം കാണേണ്ടതിന് അവർ എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, ദിസ് ഈസ് ദ ലോർഡ്സ് പ്രേയർ. ഇതാണ് കർത്താവിന്റെ പ്രാർത്ഥന. നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന മത്തായി 6-ാം അധ്യായത്തിന്റെ 9 മുതൽക്കുള്ള വാക്യങ്ങൾ പൊതുവെ ലോർഡ്സ് പ്രേയർ, കർത്താവിന്റെ പ്രാർത്ഥന എന്ന് അറിയപ്പെടാറുണ്ടെങ്കിലും അതല്ല കർത്താവിന്റെ പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തോത്രം. കർത്താവിന്റെ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ലോർഡ്സ് പ്രേയർ ഈസ് ദ വെരി പ്രേയർ ദ ലോർഡ് ഹിംസെൽഫ് ഡിഡ് പ്രേ. സ്തോത്രം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ച പ്രാർത്ഥന. അതിനെ നമുക്ക് ദ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ ഓഫ് ജീസസ് എന്നും വിളിക്കാം. ഈ 17-ാമത്തെ അധ്യായത്തെ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നും വിളിക്കുന്നു. അതില് ആദ്യത്തെ ഭാഗം യേശു കർത്താവ് തനിക്കായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന തന്നെ ഏതാണ്ട് 7-8 ഭാഗങ്ങളുണ്ട് അതിന്. എന്നാൽ പ്രധാനമായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗങ്ങളാണ്. 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. Jesus is praying for his disciples here in chapter 17 of John. And his prayer can be divided mainly into 3 topics or themes. സ്തോത്രം. ഏറ്റവും ഒന്നാമത് 11-ാമത്തെ വാക്യം. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഒന്നാമത്തെ പ്രാർത്ഥന ഫോർ ദ യൂണിറ്റി ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഐക്യതയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത് പല വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6-7 വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ടും അതിനെ 3ആയിട്ട് തരംതിരിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾക്കൊന്നും പോകുന്നില്ല. രണ്ടാമത് കർത്താവ് പ്രാർത്ഥിക്കുന്നത് വേഴ്സ് 17, 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. പ്രയർ ഫോർ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിനായിട്ടുള്ള പ്രാർത്ഥന. മൂന്നാമത്തേതാണ് ഇപ്പോൾ നമ്മൾ 24-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. പ്രയർ ഫോർ ഹിസ് ഡിസൈപ്പിൾസ് that they may behold the glory, and for the same they may be seated with him.
സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വിഷയം എന്താണ്? നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ത് കാണണം? എൻ്റെ മഹത്വം. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം നമുക്കറിയാമല്ലോ. നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തു വന്നവരാ. പലരും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലാകാം, ഇന്ത്യക്ക് പുറത്താകാം, ഏഷ്യക്ക് പുറത്തുമാകാം. നമ്മൾ കേരളത്തിലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ സാഹചര്യങ്ങളിലൊക്കെ താമസിച്ചവര് കേരളത്തിന് പുറത്തോ വിദേശങ്ങളിലോ ഒക്കെ ലോൺ എടുത്തായിട്ടായിരിക്കും. എന്നാലും ശരി, നാട്ടിലേതിനേക്കാൾ മികച്ച ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ ഒക്കെ നമ്മൾ പാർക്കുന്നിടത്തൊന്ന് കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നുക സ്വാഭാവികമാണ്. ഈ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവര്, കഴിഞ്ഞ ദിവസവും ഗൾഫിൽ നിന്ന് അവധിക്ക് വന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം ബോംബെയിൽ നിന്ന് പൂനെ വരെ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ട്രെയിനിന് പോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പിള്ളേരാരും ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല, അപ്പോൾ അവരെ ഒന്ന് ട്രെയിനിൽ കയറ്റാൻ വേണ്ടി. ഇതുപോലെ നേരെ തിരിച്ചുണ്ട്. ഈ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാത്ത അപ്പനെ അമ്മയൊക്കെ ഒന്ന് ഫ്ലൈറ്റിൽ കയറ്റണമെന്ന് മക്കൾക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടാകാറുണ്ട്. പറഞ്ഞു വന്നത്, നമുക്കുള്ള മഹത്വത്തെ, നമുക്ക് നേടുവാൻ കഴിഞ്ഞതിനെ, നമ്മുടെ വീട്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ, നമ്മുടെ അപ്പനെ അമ്മയെ, നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളവരാണ് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും അവരെ ഒന്ന് കൊണ്ടുവരണം എന്നാഗ്രഹിക്കും. പല മാതാപിതാക്കളും ആഗ്രഹിക്കും ഒരിക്കലെങ്കിലും ഒന്ന് പോയി കണ്ടാൽ. ബൈബിളിൽ തന്നെ അതിന് തക്കതായൊരു കാര്യമുണ്ടല്ലോ. മനസ്സിലല്ലേ ഓടക്കുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിന്റെ ചരിത്രം നമുക്കറിയാം. ഒടുവിൽ യോസേഫ് മിസ്രൈമിലെ രണ്ടാമത്തെ അധികാരിയായി. ഈജിപ്തിലെ സഹോദരന്മാർ അവിടെ ചെന്നു. യോസേഫ് ആത്മീയനൊക്കെ ആണെങ്കിലും തൻ്റെ അകത്തും ഈ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? തൻ്റെ മഹത്വം തൻ്റെ സഹോദരന്മാരും അതിലുപരി തൻ്റെ പിതാവും കാണണം എന്ന്. സ്തോത്രം. അതുകൊണ്ട് നമുക്കറിയാം, രഥം വിട്ട് യാക്കോബിനെ വരുത്തിച്ചു. അവന്റെ മഹത്വമൊക്കെ അപ്പനും സഹോദരങ്ങളും ഒക്കെ കണ്ടു. സ്തോത്രം. ഇതിനേക്കാളൊക്കെ എത്രയോ അധികമായി നമ്മുടെ കർത്താവ് പിതാവിനോട് ആഗ്രഹിച്ച കാര്യമാണ് നമുക്ക് വേണ്ടി ഇവർ ഞാൻ ഇരിക്കുന്ന ഇടത്തിരിക്കണം. യോഹന്നാൻ 14:3 ഈ 17:24 ചേർത്ത് വെച്ച് ചിന്തിക്കണം. സ്തോത്രം. നാം നിത്യതയിലെത്തിയാൽ ചെയ്യുന്ന കാര്യമാണ് എന്ത്? ബിഹോൾഡിങ് ദ ഗ്ലോറി ഓഫ് ഗാഡ്.
സ്തോത്രം. യോഹന്നാൻ 1 യോഹന്നാൻ 3:2 വാക്യം നമ്മൾ കാണുന്നുണ്ട്. നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് ആ. സദൃശ്യന്മാരാകും. സ്തോത്രം. നാം അവനെ താൻ ഇരിക്കും പോലെ കാണും. We will see the Lord as he is. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ അവനെ ഒന്ന് കണ്ടു. ഓ ശരി, അവിടെ ഇരിപ്പുണ്ടല്ലേ. ഓ, വേണമെങ്കിൽ ഒന്ന് എന്നിട്ട് ഒരു സല്യൂട്ടൊക്കെ അടിച്ച് ഒരു പ്രൈസ് ദി ലോർഡൊക്കെ കൊടുത്ത്, അല്ലേ, ഒന്ന് കണ്ടു. സ്തോത്രം. നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട്. അപ്പൊ കാണും. അങ്ങനെ കണ്ട് ഇങ്ങും മാറുമോ നമ്മള്? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പം. ആരെങ്കിലും മരിച്ച് ശവമടക്കന്റെ സമയത്ത് നമ്മളൊന്ന് ചെല്ലും. ചിലപ്പോൾ 2-3 മണിക്കൂർ, ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മുഴുവനും ഉണ്ട് ശവമടക്കം. അപ്പം നമുക്ക് മുഴു സമയമൊന്നും ഇരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല. അതുകൊണ്ടൊന്ന് ചെന്നു ബോഡി ഒന്ന് നോക്കി. അപ്പം ബോഡിക്കരികിൽ തന്നെ ബന്ധുക്കളെല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് നമ്മളൊന്ന് ആർട്ടിഫിഷ്യലായിട്ടൊന്ന് കുനിഞ്ഞ് വണങ്ങി അവിടെ നിന്നിട്ട് വീട്ടുകാരെയൊക്കെ ഒന്ന് നോക്കും. ഞാൻ വന്നു കണ്ടു. എന്നൊന്നറിയിക്കാൻ. ഇപ്പൊ ഇത്രയുള്ള നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കാണും. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒന്ന് കണ്ടു, ഒരു നോക്കൊന്ന് കണ്ടു, ഒന്ന് കൈ കൊടുത്തു, പോവുകയാണോ പരിപാടി? നോ. പ്രിയരെ, നമ്മൾ നിത്യതയിലായിരിക്കും. ആ സമയത്ത് പൊല്യൂട്ടഡായ, പെർവേർട്ടഡായ, നമ്മള് നിത്യതയിലായിരിക്കും. ആ സമയത്ത് നമ്മുടെ അകത്ത് അരുതാത്തത് ഒന്നും കാണില്ല. എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾ ഒന്ന് കണ്ട് കൺമറയ്ക്കില്ല, കണ്ണ് വലിക്കില്ല. നാം അവൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ടേയിരിക്കും. All through the eternity, we will be beholding the very glory or the majesty of God. അതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ എന്നും പറഞ്ഞതുപോലെ എനിക്കതങ്ങോട്ട് പറഞ്ഞ് നിങ്ങളിലോളം അങ്ങനെ അങ്ങോട്ട് തൃപ്തികരമായിട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കുക കർത്താവിൻ്റെ ആ മഹത്വം. സ്തോത്രം. ആ മഹത്വത്തിനകത്ത് 2 കാര്യങ്ങൾ ഉണ്ടെന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഒന്ന്, the glory which shines. തേജസ് അല്ലെങ്കിൽ മഹത്വം എന്നുള്ളതിന് ഒന്നാമത്തെ അർത്ഥം ആ ഒരു തിളക്കം, ആ പ്രജ്വലിത. ആ അർത്ഥത്തിൽ മഹത്വം ഉണ്ട്. മിന്നി വിളങ്ങുന്ന ആ ഒരു പ്രത്യേക അനുഭവമുണ്ട്. രണ്ടാമതൊരർത്ഥമുണ്ട് മഹത്വത്തിൻ്റെ. അതെന്താ? അത് ഈ മിന്നി വിളങ്ങുന്ന ലൈറ്റ് ഒന്നുമല്ല. പിന്നെ the authority a person exercises
ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം, സ്തോത്രം, വെറും ഒരു എന്താണ് പറയുന്നത്, തേജസ്സായിട്ട് മാത്രം അതിനെ കാണരുത്. സ്തോത്രം. അതായത് പ്രത്യേകിച്ച് യേശു അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള കാരണം ശിഷ്യന്മാർ യേശുവിൻ്റെ ഏത് രൂപം മാത്രമേ കണ്ടിട്ടുള്ളൂ? മനുഷ്യത്വ രൂപം. പിന്നെ 3 പേരെ കൊണ്ട് മറുരൂപമലയിൽ പോയി കർത്താവിൻ്റെ മഹത്വം കാണിച്ചു. അത് വേറൊരു കാര്യമുണ്ട്. അത് ഒരു 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 ഫ്ലാഷ് ലൈറ്റ്. സ്തോത്രം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും ശിഷ്യന്മാർ കണ്ടതല്ല. അവർ കണ്ട യേശു, അവർ കണ്ട ഗുരു എന്ന് പറയുന്നത് എല്ലാവരാലും ത്യജിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഏറ്റവും ഒടുവിൽ നഗ്നനായി ക്രൂശിക്കപ്പെടുന്ന യേശുവിനെയാണ് ശിഷ്യന്മാർക്കറിയാവുന്നത്. അടിയും ഇടിയും ഒക്കെ കൊണ്ട, കോൽ കൊണ്ടുള്ള അടി ഏറ്റ അങ്ങനെയുള്ള ഒരു മശിഹ, അങ്ങനെയുള്ള ഒരു യേശു. ഇപ്പൊ 3 ശിഷ്യന്മാർ അല്പമായിട്ട് മഹത്വം കണ്ടു. സ്തോത്രം. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കുക, കർത്താവേ, പിതാവേ, എന്നെ ഈ പരുവത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഇവര് മഹത്വത്തിൽ എന്നോട് കൂടെ, സ്തോത്രം, ഇരിക്കുകയും വേണം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഇവര് കാണുകയും കൂടെ വേണം. എന്ന് വെച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ നടന്ന മരിക്കാൻ വന്നപ്പോഴത്തെ ഞാനല്ല ഞാൻ എന്ന് ഇവർ ഒന്ന് കാണണം. അതൊന്ന് കാണിച്ചു തരാനുള്ള ചെറിയ ശ്രമം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നടത്തിയിട്ടുണ്ട്. എഫെസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. ആ വാക്യങ്ങളിൽ ഈ തേജസ്സിന്റെ 2 ഭാഗങ്ങളുമുണ്ട്, 2 ഘടകങ്ങളുമുണ്ട്. 2 ഘടകങ്ങൾ. 1-ാമത്തെ ഘടകം ആ ഒരു വെളിച്ചം, പ്രഭ, തേജസ്, കിരണം. സ്തോത്രം. എന്നാൽ 2-ാമത്തെ സംഗതി എന്താ? വെറും തിളക്കം മാത്രം പോരാ, പിന്നെന്താ? അധികാരം, അതോറിറ്റി, പവർ. That is actually the majesty Jesus wanted the Father for his disciples. അവന്റെ മഹത്വത്തെ ദർശിക്കുക. സ്തോത്രം. അങ്ങനെ നാം അവനെ കണ്ടാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് കണ്ട് കൺമറച്ചോണ്ട് പോകുമോ? ഹല്ലേലൂയ. ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? കർത്താവിന്റെ ആ മഹത്വത്തെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കും, നോക്കിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. സ്തോത്രം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരെയും ഇരുത്തേണമേ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. സ്തോത്രം. കണ്ടവിടെ എല്ലാം. പ്രൈസ് ഗോഡ്. എത്ര ശ്രേഷ്ഠമാണ് പ്രിയരെ നമ്മുടെ കർത്താവിൻ്റെ ഈ 2 തരത്തിലുമുള്ള മഹത്വത്തെ ദർശിക്കുന്നത്. സ്തോത്രം. അത് കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മറക്കും.
മറക്കുമെന്ന് പറഞ്ഞാൽ അവിടെ മറവിയൊന്നുമില്ല, പക്ഷേ അതൊന്നും ഇത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കില്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എന്നെ സ്നേഹിച്ച എൻ്റെ മാതാപിതാക്കൾ, ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവരിലേക്കൊന്നും എൻ്റെ ശ്രദ്ധ പോകത്തില്ല. ഇങ്ങനെ എനിക്ക് വേണ്ടി മരിച്ച ഒരു നാഥൻ. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. നമ്മുടെ കർത്താവിനെ അവൻ്റെ മഹത്വത്തോടെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അകത്തെങ്ങാനും ആഗ്രഹമുണ്ടോ? സ്തോത്രം. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുകയും കർത്താവിനോട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ? ആവശ്യപ്പെടുന്നുണ്ടോ? സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സംശയം? ഒന്നുമില്ല. ഈ ഒരു വാക്യം യോഹന്നാൻ 17:24 ധാരാളം ഭക്തന്മാരെ, സ്തോത്രം, ദീർഘമണിക്കൂറുകൾ പ്രസംഗിക്കത്തക്കവണ്ണം പര്യാപ്തരാക്കിയ ഒരു വചനമാണ്. സ്തോത്രം. വളരെ പേരെ. അത്രയ്ക്ക് ആഴമായത്. ഞാൻ എന്നും പറയുന്ന പോലെ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് നിങ്ങളോളം അത് എത്തിക്കുവാൻ എത്രമാത്രം സാധിക്കുന്നു എന്ന് ഭയപ്പെടുന്നു. അതിൽ വിഷമവും നിരാശയും ഇല്ലാതില്ല. സ്തോത്രം. അതിലെ സന്തോഷം യോഹന്നാൻ പങ്കുവെക്കുന്നത്, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും, അതുകൊണ്ട് നാമും അവനോട് സദൃശന്മാരാകും. സ്തോത്രം. കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നതിനുള്ള ഒരുക്കത്തോടെ, സ്തോത്രം, നമുക്ക് നിത്യതാ പ്രവേശനം ഉണ്ടാകേണ്ടതിന് ദൈവം ഇടവരുത്തട്ടെ. അടുത്ത ഒന്നും കൂടെ ചുരുക്കം നിമിഷങ്ങൾ പറഞ്ഞു നിർത്താം. അടുത്തത് 9 ആണെന്ന് തോന്നുന്നില്ല, അത് 8, 9. സ്തോത്രം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നിനോട് വളരെ അടുത്ത് നിൽക്കുന്ന കാര്യമാണ്. സ്തോത്രം. Heaven will be a place where we will enjoy the love between the Holy Trinity. Heaven will be a place that exhibit the loving relationship between the Holy Trinity. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗമെന്ന് പറയുന്നത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ ഇടയിലുള്ള സ്നേഹത്തെ, ആ സ്നേഹ കൂട്ടായ്മയെ നമുക്ക് ആചരിപ്പാൻ, അനുഭവിപ്പാൻ
നമുക്ക് ലഭിക്കുന്നൊരു സമയവും ഇടവുമായിരിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചു ദൈവത്തിൻ്റെ സ്നേഹം, അതും ദൈവത്തിന് നമ്മോടുള്ളതും നമുക്ക് ദൈവത്തോടുള്ളതുമായ സ്നേഹത്തെക്കുറിച്ചാണ് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചത്. ഇത് അതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടുത്തേത് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിനിടയിൽ എന്ന് വെച്ചാൽ പിതാവിന് പുത്രനോടും പുത്രന് പരിശുദ്ധാത്മാവോടും പരിശുദ്ധാത്മാവിന് പിതാവിനോടും, ഇങ്ങനെ 3 പേർക്കും തമ്മിലുള്ള ആ സ്നേഹബന്ധം. അപ്പനും അമ്മയും ഉദാഹരണം ശരിയല്ല, ഫിറ്റിംഗ് അല്ല, എന്നാലും അങ്ങ് പറയാം. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ചർച്ചിലെ 2 കുഞ്ഞുങ്ങൾ, ഏകദേശം ഒരേ പ്രായമുള്ള, അല്പ വ്യത്യാസമുണ്ട്, ഏകദേശം ഒരേ പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്നലെ സൺഡേയിലെ കാര്യം പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടെ 2 കസേര കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട്, വർത്താനമൊന്നും പറയാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളല്ല, 2 വയസ്സ് വെച്ചുള്ളൂ. എന്നാലും തമ്മിൽ അവർ ആശയവിനിമയം നടത്തിയിട്ട് അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുക, ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുക, 2 കസേര കയറി. എന്നിട്ട് ഒരാൾ മറ്റേയാളിനോട് പറഞ്ഞു, നമുക്ക് ഫോൺ വിളിക്കാം. എന്നിട്ട് വെറും കൈ ഇങ്ങനെ വെച്ചിട്ട് 2 പേരും ഇങ്ങനെ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുക. ഞാൻ ആ സമയത്ത് നമ്മുടെ ബെന്നി ബ്രദർ ഉണ്ടായിരുന്നു. ഇത് ശനിയാഴ്ചത്തെ കാര്യം, ഞായറാഴ്ച അല്ല, ശനിയാഴ്ചത്തെ കാര്യം. ബെന്നി ബ്രദറും മറ്റാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തെ തോണ്ടി വിളിച്ചു, ശബ്ദം വെച്ചാൽ ഒരു മാറുമല്ലോ, തോണ്ടി വിളിച്ചിട്ട് ഞാൻ കാണിച്ചു, 2 പേരുടെയും കൂടെ, 2 വീട്ടിൽ 2 കുഞ്ഞുങ്ങളാ കേട്ടോ, 2 അപ്പനും അമ്മയ്ക്കുള്ളവരാ. അവർ തമ്മിലുള്ള ആ സ്നേഹ സംഭാഷണം കണ്ടോ? നമ്മൾ മാതാപിതാക്കൾ സ്വന്തം വീട്ടിൽ ഇത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ചിലപ്പോൾ ചേട്ടനും അനിയനും, ചേട്ടത്തി അനിയത്തിയും, അല്ലെങ്കിൽ ചേട്ടത്തി അനിയത്തിയുടെ മക്കള് ഏകദേശമൊക്കെ ഒരേ പ്രായമുള്ളവരാ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവർ തമ്മിലുള്ള ആ സ്നേഹവും കാര്യമൊക്കെ, ചിലപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കും, എന്നാലും അടുത്ത ആളിനെ പൊക്കത്തില്ല, എന്നാലും ശരി കുരങ്ങ് പിടിക്കുന്ന പോലെ അല്ലെ പൂച്ച പിടിക്കുന്ന പോലെ വലിച്ചെടുത്തോണ്ട് പോകുന്നതും, ഈ കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തത് ആ കുഞ്ഞിനൂടെ കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ നമ്മളെ മാറിയിരുന്ന് കണ്ട് ആസ്വദിക്കാറുണ്ടല്ലേ? സ്തോത്രം. ഇതിനേക്കാളിലൊക്കെ എത്ര ആഴമേറിയ സ്നേഹബന്ധമാണ് പിതൃപുത്ര പരിശുദ്ധാത്മാവിന് തമ്മിലുള്ളത്. സ്തോത്രം. ഇരുപത്തിയഞ്ചാം വാക്യമാണെന്ന് തോന്നുന്നു, യോഹന്നാൻ 17 ഒന്ന് വായിച്ചാട്ടെ. Is it 25? നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നീ എന്നെ സ്നേഹിച്ച സ്നേഹം, പിതാവും പുത്രനും തമ്മിലുള്ള ആ സ്നേഹം, പിതാവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹം, പുത്രനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അതായത് മൂവർക്കും ഇടയിലുള്ള ആ സ്നേഹം. സ്തോത്രം. നമുക്കതൊന്ന് ആസ്വദിക്കണ്ടേ? നിത്യത എന്ന് പറയുന്നത് വരുംകാല നിത്യത, ഭാവി നിത്യത,
നാം അവിടെ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ത്രിയേക ദൈവത്തിനിടയിലുള്ള അവരുടെ സ്നേഹ കൂട്ടായ്മയെ ആസ്വദിക്കുക. സ്തോത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ആ ഒരു സ്നേഹ കൂട്ടായ്മയെ, അത് നമ്മൾ തമ്മിലും നമുക്ക് ദൈവത്തോടുമുള്ള സ്നേഹത്തെ, അതിൻ്റെ ആക്കത്തെ, ആഴത്തെ വർദ്ധിപ്പിക്കും. സ്തോത്രം. ഇതുവരെ നമ്മൾ ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ത്രിയേക ദൈവത്തിനിടയിലുള്ള സ്നേഹം. ദൈവം നമ്മളെ സ്നേഹിച്ച കാര്യമൊക്കെ നമ്മൾ ഇങ്ങനെ വാദോരാതെ പറയും. കർത്താവ് ഇത്രയും നമ്മളെ സ്നേഹിച്ചു, പുത്രനെ തന്നു, പുത്രൻ ജീവനെ തന്നു, സ്വർഗമഹിമകളൊക്കെ വെടിഞ്ഞു, ഒക്കെ ശരിയാ. പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് തമ്മിലുള്ള സ്നേഹം, the harmonious, sweetest, loving fellowship and relationship between the Holy Trinity. സ്തോത്രം. Praise God. എൻ്റെ മകനെയും മകന്റെ ഭാര്യയെ, എൻ്റെ മോടെ ഭർത്താവിനെ, അതൊരു അപ്പനും അമ്മയും, അവരുടെ മക്കളും അവരുടെ ജീവിത പങ്കാളികളും തമ്മിലുള്ള ആ സ്നേഹബന്ധം കാണുന്നത് അപ്പനും അമ്മയ്ക്ക് സന്തോഷമല്ലേ? സ്തോത്രം. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള സ്നേഹം, ഞങ്ങൾ പരസ്പരം കരുതുന്നത്, സ്നേഹിക്കുന്നത് എൻ്റെ മക്കൾക്ക് സന്തോഷമാണ്. സ്തോത്രം. ചിലപ്പോൾ ഞാനില്ലാത്തപ്പോൾ എൻ്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ വരാൻ കാത്തിരിക്കുന്നത് കാണുമ്പം മക്കൾ പറയും, ഓ, ഭർത്താവിനോടുള്ള സ്നേഹം. തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിലും അത് അവർക്ക് ആസ്വാദ്യകരമാണ്. ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങളായിരിക്കും ഉണ്ടാക്കി വെക്കും, ഞാൻ ചിലപ്പോൾ സ്ഥലത്ത് കാണില്ല. എൻ്റെ ഭാര്യ അത് മക്കൾ കഴിക്കാൻ വരുമ്പം കഴിച്ചത് മതി, ഇത് പപ്പായിക്കാണെന്നും പറഞ്ഞ് മാറ്റി വെക്കുന്നത് കാണുമ്പോഴും മക്കൾ ഇത് തന്നെ പറയും. ചിലപ്പോൾ ഞാൻ ദൂരെയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കും. തമാശയിലാണ് അവർ പറയുന്നതെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കരുതലും സ്നേഹവും മക്കൾക്ക് ഏറെ സന്തോഷമാണ്. അതേസമയം ഞങ്ങൾ തമ്മിൽ അടിയിട്ടാലോ? സ്തോത്രം. പാവയ്ക്ക ജ്യൂസ് അല്ലേ? സ്തോത്രം. അതേസമയം ഞാനും ഭാര്യയും തമ്മിൽ അടിയിട്ടാലോ? മക്കൾക്ക് സന്തോഷമാണോ? ഒരിക്കലും അല്ലല്ലോ. ഇത് പറ്റിയ ഉദാഹരണമല്ല. ഇവിടെ ഇപ്പം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള, അവിടെ ആണെങ്കിൽ അതിനപ്പുറമാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഉദാഹരണം ഫിറ്റിംഗ് അല്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ വലിയ സ്നേഹമാണ് അവർ മൂവർക്കും ഇടയിലുള്ളത്. അത് രഹസ്യമായി വെക്കുകയല്ല. സ്തോത്രം. അത് നമുക്ക് ആസ്വദിക്കത്തക്കതുപോലെ അവിടെയും പരസ്യമായിരിക്കും. മൂന്ന് പേരും കൂടെ മിണ്ടാതെ അപ്പുറത്തിപ്പുറത്തൊക്കെ മാറി ഇങ്ങനെ ഇരിക്കൊന്നും ആയിരിക്കില്ല. ആ സ്നേഹക്കൂട്ടായ്മ അത് എങ്ങനെയാണെന്നൊന്നും ചിലപ്പോൾ ഭാവന കാണാൻ ഇപ്പോൾ നമുക്ക് പറ്റില്ലായിരിക്കും.
എങ്കിലും പ്രാർത്ഥനയോടെ ഒന്ന് ശ്രമിച്ചു നോക്കുക. അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാം. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെത്തിയാൽ നമ്മൾ ചെയ്യുവാൻ പോകുന്ന, നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങളിൽ ചിലതൊക്കെയാണ് നമ്മുടെ കൊച്ചു മനസ്സിൽ വരുന്ന, അതനുസരിച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിച്ചത്. 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അത് നമുക്ക് നാളെ ചിന്തിക്കാം. നാളെ 8 മണി മുതലായിരിക്കുമേ. സ്തോത്രം. ആ കർത്താവിൻ്റെ വരവിൽ കർത്താവിനോട് കൂടെ നമുക്കായിരിക്കേണ്ടതിന്, ആ കൂട്ടായ്മ സ്നേഹബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടതിന് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഒരുക്കി പ്രത്യാശയോടെ മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.